ഇന്ന് നമ്മൾ നോക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കുന്നതിന് മുന്നേ എന്താണ് പാർട്ട്ണർഷിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ ടേം പാർട്ട്ണർഷിപ്പ് മീൻസ് ദ അഗ്രിമെൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ ആയിരിക്കും. ഇവിടെ നോക്കാം, പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്. ദ അഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. രണ്ടോ അതിലധികം ആൾക്കാർ കൂടി ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അപ്പം അങ്ങനെ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ അവരുടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ആ എഗ്രിമെൻ്റ് ഒന്നില്ലെങ്കിൽ ഓറൽ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കും. വാക്കാലുള്ളതോ അല്ല എഴുതി തയ്യാറാക്കുന്നത്. എഴുതി തയ്യാറാക്കുന്ന എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. വെൻ ദ എഗ്രിമെൻറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം ഇറ്റ് ഈസ് നോൺ ആസ് പാർട്ട്ണർഷിപ്പ് ഫോം. എഗ്രിമെൻറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം. അതിനാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്റ് ആവും. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഡോക്യുമെൻ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആസ് അഗ്രീഡ് ബൈ ദ പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ അങ്ങനെയുള്ള എഗ്രിമെൻറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ആ പാർട്ട്ണർഷിപ്പിൻ്റെ കുറിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷനെയാണ് ശരിക്കും എന്ത് പറഞ്ഞാൽ, ടേംസ് ആൻഡ് കണ്ടീഷനുള്ള ഡോക്യുമെൻറ്റിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നോക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കണ്ടൻറ്റുകളുള്ളത്. കണ്ടൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി വെക്കുമ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും. ഒന്ന് നെയിം ഓഫ് ദ ഫേം ഉണ്ടാവും. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുമ്പോൾ എന്തുണ്ടാവും, ഫേമിൻ്റെ പേരുണ്ടാവും. അതേപോലെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് പ്ലേസ് ഓഫ് ബിസിനസ്, ഡേറ്റ് ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്, എപ്പോഴാണ് ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. ഒന്നും കൂടി നോക്കാം, ഇത് വളരെ സിമ്പിളാണ്. ഫേമിൻ്റെ പേര്, പാർട്ട്നേഴ്സിൻ്റെ പേര്, പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും, എങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനമാണ്, പിന്നെ എപ്പോഴാണ് പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത്, എത്ര വർഷത്തേക്കാണ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദ പാർട്ട്നേഴ്സ്, ദ എമൗണ്ട് വിച്ച് ക്യാൻ ബി വിഡ്രോ ബൈ ദ ഈച്ച് പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഓരോ പാർട്ട്നേഴ്സും എമൗണ്ട് കൊണ്ടുവന്നത് കാണിക്കാം. ഇനി ഓരോ പാർട്ട്നേഴ്സിനും എത്ര വിഡ്രോ ചെയ്യാം എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുണ്ടാവും. ഓരോ വർഷവും 20,000 അങ്ങനെ ഓരോ എമൗണ്ട് പറയുന്നുണ്ടെങ്കിൽ അത്. റൂൾസ് റിഗാർഡിങ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നുണ്ട് ഏത് രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ആണോ, സേവിങ് അക്കൗണ്ട് ആണോ, ജോയിൻ്റ് ആയിട്ടാണോ, എങ്ങനെയാണുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഡിവിഷൻ ഇപ്പോൾ 2:1 ആണോ, 1:2 ആണോ, എങ്ങനെയാണോ അതിൻ്റെ റേഷ്യോസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, വിഡ്രോ ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അക്കാര്യം. ഇൻട്രസ്റ്റ് ഇൻ പാർട്ട്നേഴ്സ് ലോൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റേറ്റ്, അതിനെക്കുറിച്ചുള്ള റേറ്റും കാര്യങ്ങളും. സാലറി കമ്മീഷൻ പേയബിൾ ടു എനി പാർട്ട്ണർ. ഏതെങ്കിലും പാർട്ട്ണർക്ക് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട്. ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്ണർമാർ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ. ഈ സമയത്ത് ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ അത്. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്. ഇതൊക്കെ ആയിരിക്കും. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട് തന്നെ ബിസിനസ് സ്ഥാപനം അഥവാ ഒഴിവാക്കുകയാണെങ്കിൽ, വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്ണർ ഡെത്ത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം ഡിസൊല്യൂഷൻ വൈൻഡിങ് അപ്പിൻ്റെ ടൈമത്ത് എങ്ങനെ അക്കൗണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ ആയിരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ഉണ്ടാകാം. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഇതൊക്കെ ആയിരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാകാൻ സാധ്യതകൾ. വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെ കണ്ടൻറ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക.
ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, പോയിന്റുകളാണ്. ഒരു ഏറ്റവും ചുരുങ്ങിയത് 6-7 പോയിന്റുകളൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചിലപ്പം എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് നിയമം വരിക? റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നിയമവശം എന്താണ്? അതാണ് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. Normally, a partnership deed include all matters relating to the mutual relationship among the partners, but in certain cases there will be no such an express agreement. In such a case, the partners have to follow the following provision in their business. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണമെന്നില്ല. എന്താണ് റൂൾസ് റിഗാർഡിംഗ് ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്? ഇനി പറയുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, ഓർമ്മിച്ചാൽ മതി. ഒന്നാമത്തത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രൂപത്തിലെടുക്കാം, പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലായിട്ട് എടുക്കാം. അത്രമാത്രം ഓർമ്മിച്ചാൽ മതി. പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഷെയർ ഈക്വലി ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഓഫ് ദ ഫേം. അതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലായിട്ട് എടുക്കണം. ഈക്വലായിട്ട് എടുക്കുന്ന പകുതിയും 1/2 1/2 ആയിട്ട് എടുക്കാം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ partners are not entitled to interest on capital, not allowed interest on capital. പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോട്ട് അലൗഡ് ആണ്. അപ്പോൾ 2 കാര്യം നോക്കാം. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലായിട്ട് എടുക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോട്ട് അലൗഡ് ആണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ 6% ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ. പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് എടുക്കുക. അതല്ല അതായത് പാർട്ട്ണർമാർ ബിസിനസ് സ്ഥാപനത്തിൽ ക്യാപിറ്റലിന് പുറമെ ലോണും കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് 6% പലിശ ഈടാക്കാൻ പറ്റും. പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ 6%, പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റാണ് എടുക്കുക. ഇനി 4ാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോട്ട് അലൗഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മേ ബി മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോട്ട് അലൗഡ് ആണ്. റെമ്യൂണറേഷനും നോട്ട് അലൗഡ് ആണ്. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ സാലറി, കമ്മീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും നോട്ട് അലൗഡ് ആണ്. അപ്പോൾ അലൗഡ് ചെയ്തത് ഏത് മാത്രമേ ഉള്ളൂ? 6%. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ലോണ് 6%. എന്തൊക്കെ അലൗഡ് അല്ല? റെമ്യൂണറേഷനും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അലൗഡ് അല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.